ദൈവം തെളിയിച്ചു തന്നു. ആർഭാടങ്ങളില്ലാത്ത കല്യാണം, ആർഭാടങ്ങളില്ലാത്ത ശവസംസ്കാരം, ആർഭാടങ്ങളും ഉദ്ഘാടനങ്ങളും ഇല്ലാത്ത സുവിശേഷ പ്രസംഗങ്ങൾ എങ്ങനെ നടത്താമെന്ന് അവസാനം ദൈവത്തിന് തന്നെ കാണിച്ചു തരേണ്ടതായിട്ട് വന്നു. ബുദ്ധിയുള്ള മനുഷ്യനെന്ന് വിചാരിച്ചവരൊക്കെ ബുദ്ധികേട് കാണിച്ചപ്പോൾ ദൈവം തന്നെ ഇറങ്ങി വന്ന് കാണിച്ചു തരികയാണ്. കുഞ്ഞെ കൊട്ടിലിടാതെ, പന്തലിടാതെ, മൈക്ക് സാങ്ഷൻ എടുക്കാതെ, ലക്ഷങ്ങൾ ചെലവാക്കാതെ. ഞാൻ എന്റെ ഫേസ്ബുക്കിനകത്ത് ഒരിക്കലും ഒരു ഫോട്ടോ ഇട്ട് അതിന്റെ മണ്ടയ്ക്ക് ഒരു കുറിപ്പ് എഴുതി വെച്ചു. സ്റ്റേജ് അല്ല ഇമ്പോർട്ടന്റ്, ഗോസ്പൽ ആണ് ഇമ്പോർട്ടന്റ്. ഗോസ്പലിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ സ്റ്റേജിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നവരാണ് ഇന്ന് പലരും. ഒരു സ്റ്റേജും ഇല്ലാതെ ഇത്ര വിലപ്പെട്ട ഈ ഗോസ്പൽ നിങ്ങളുടെ വീട്ടിൽ സൗജന്യമായിട്ട് എത്തിച്ചു തരുന്നില്ലേ? ഇന്ന് രാത്രി സ്വോത്ര കാഴ്ച ഇടാൻ ദൈവം ആവശ്യപ്പെട്ടോ? മറ്റേ എന്തുമായിരുന്നു, ഒരു കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടെങ്കിലും പ്ലാസ്റ്റിക് കോപ്പയും കൊണ്ട് തരണേന്നും പറഞ്ഞ് നടക്കുകയല്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ കോപ്പയും കൊണ്ട് അങ്ങോട്ട് വരാനും ഒക്കത്തില്ല. ഇപ്പൊ ധനവാനും ലാസറും ഇരിക്കുന്ന പോലുള്ള ഇരിപ്പാ. ഇവിടുന്ന് ഒന്നും അങ്ങോട്ട് തരാനോ അവിടുന്ന് ഒന്നും ഇങ്ങോട്ട് വാങ്ങാനോ പറ്റത്തില്ല. വലിയ വിടവുണ്ട്. എത്ര ബാലിശമാന്ന് നോക്കിക്കോണം. ചില TV പ്രോഗ്രാം കണ്ടി ഞാൻ ഇരുന്ന് ചിരിച്ചിട്ടുണ്ട്. എന്നാന്നറിയാമോ? കടം മാറ്റുന്ന ദൈവം, സൗഖ്യമാക്കുന്ന ദൈവം, അത്ഭുതം ചെയ്യുന്ന ദൈവം എന്നൊക്കെ പ്രസംഗിച്ചിട്ട് പറയും ദൈവം നിങ്ങളെ കടം മാറ്റും, ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. പക്ഷേ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് അടുത്ത ആഴ്ച കാണുമെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും തരണം, ഞങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസും IFSC കോഡും ഇതാണ്, ഞങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും തന്നെങ്കിലേ ഈ എപ്പിസോഡ് അടുത്ത ആഴ്ച നിങ്ങളെ ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റുള്ളൂ, ഞങ്ങളുടെ എപ്പിസോഡ് മുന്നോട്ട് പോകണമെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും തരണം. ഇത്ര ബലഹീനനായ ഒരു ദൈവത്തെ പ്രസന്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, KSRTCക്ക് നമ്മളല്ല ഡീസൽ അടിക്കണ്ടേ കേട്ടോ, KSRTCക്ക് സർക്കാരാണ് ഡീസൽ അടിക്കണ്ടേ. എല്ലാരും ഒന്ന് പറഞ്ഞു ഇത് കർത്താവിന്റെ വേലയാണെന്നൊന്ന് പറഞ്ഞേ. നമ്മുടെ കുറച്ച് വേലയ്ക്ക് വേണ്ടി ദൈവത്തെ വിളിച്ചതല്ല, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി നമ്മളെ വിളിച്ചതാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മുടെ ചില വേലത്തരങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവത്തെ വിളിച്ചതല്ല, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി നമ്മളെ കൂടെ വിളിച്ചതാണ്. കൂട്ടുവേലക്കാരാണ് നമ്മള്. ഇത് ദൈവത്തിന്റെ കൃഷിയാ, ഇത് ദൈവത്തിന്റെ ഗൃഹനിർമ്മാണമാണ്. നടിയിലും നനയ്ക്കലും ഒക്കെ നമ്മൾ നടത്തിയാൽ മതി, വളർത്തുന്നത് ദൈവമാണ്. ദൈവം അത് തെളിയിച്ചില്ലേ? ഈ കോവിഡ് കാലത്ത് ദൈവം ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചില്ലേ?